ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വീഗായിട്ടുള്ള കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ CSSൻ്റെ 7th ചാപ്റ്റർ ആയിട്ടുള്ള ഹ്യൂമൻ ബോഡി എ വണ്ടർ സർക്കുലേഷൻ എക്സ്ക്രിയേഷൻ ആൻഡ് കോർഡിനേഷൻ എന്ന പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഗൈസ്, നമുക്ക് ഒരുമിച്ച് യൂസേഴ്സ് നേടാം. അപ്പോൾ ഗൈസ്, ഞാൻ പറയുന്നത് നിങ്ങൾ വീഗൈഡ് ലേറ്ററിൻ്റെ വാങ്ങുന്നതിനോടൊപ്പം തന്നെ ഞാനും ഇതിൻ്റെ ക്ലാസ്സും കൂടെ തരും. അപ്പോൾ നമുക്കിത് രണ്ടും കൂടെ ആകുമ്പോൾ ഞാനടുത്ത് ഈ ഓൾറെഡി ഈ ടെക്സ്റ്റ് ബുക്സ് ഗൈഡ് വാങ്ങുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാകുമെന്ന് ഞാൻ പറയുന്നുണ്ട്. ഞാൻ ഇവിടുത്തെ വീഗൈഡിൻ്റെ ലൈബ്രറിയാണ് ക്ലാസ് ചെയ്യാൻ തരാം. അതിൻ്റെ കൂടെ ടെക്സ്റ്റ് ബുക്സ് വാങ്ങുവാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. അപ്പോൾ പഠിക്കാം. Question number 1. Which among the following statements reading the health of kidneys is not true? ഏതാണ് ഈ 4 ഓപ്ഷൻസിൽ ഏതാണ്? ഡ്രിങ്ക് എ ലോട്ട് ഓഫ് വാട്ടർ ഡെയിലി ആണോ? എക്സ്ക്രീസ് റെയർലി ആണോ? റെഡ്യൂസ് കൺസ്യൂം ഓഫ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണോ? ടേക്ക് ഫുഡ് ഐറ്റം ടു മച്ച് സാൾട്ട് ഡെയിലി ആണോ? ഏതാണ്? അതായത് ക്വസ്റ്റ്യൻ അർത്ഥം പറയുകയാണെങ്കിൽ എമോങ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്, ഈ താഴെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ ദ ഹെൽത്ത് ഓഫ് കിഡ്നിയുടെ ഹെൽത്തിന് നല്ലതല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ആൻസർ എന്താ? ഡെയിലി ടേക്ക് ഫുഡ് ഐറ്റം വിത്ത് ടു മച്ച് സാൾട്ട് ഡെയിലി ആണ് ആൻസർ. Next, which of the body part control the movement of various muscles of the body? Cognate all active of the body. Heart ആണോ, ബ്രെയിൻ ആണോ, ലങ്സ് ആണോ, കിഡ്നി ആണോ? വിച്ച് ഓഫ് ദ ബോഡി പാർട്ട്, ഏത് ബോഡി പാർട്ടാണ് കൺട്രോൾ ദ മൂവ്മെൻറ്റ് ഓഫ് വേരിയസ് മസിൽസ് ഓഫ് ദ ബോഡി? അതായത് നമ്മുടെ ബോഡിയുടെ എല്ലാ പാർട്ടിനെയും കൺട്രോൾ ചെയ്യുന്നത് ഏത് ബോഡി പാർട്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ബ്രെയിൻ ആണ്. അത് നമുക്ക് കാണുമ്പോഴേ അറിയാം. നെക്സ്റ്റ്, ദ കമ്പോണൻറ്റ് ഓഫ് ദ ബ്ലഡ് ഹെൽപ്പ് ടു ബ്ലഡ് ക്ലോട്ടിങ്. ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന കമ്പോണൻറ്റ് ഏതാണെന്നാണ് ചോദ്യം. വൈറ്റ് ബ്ലഡ് സെല്ലാണോ, റെഡ് ബ്ലഡ് സെല്ലാണോ, പ്ലാസ്മയാണോ, പ്ലേറ്റ്ലെറ്റ് ആണോ? ഇവിടെയാണ് പ്ലേറ്റ്ലെറ്റ് ആണോ? അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം പ്ലേറ്റ്ലെറ്റ് ആണ്. വിച്ച് ഓഫ് ദ ബോഡി അഫക്റ്റഡ് ബൈ ജോണ്ടിസ് വരുന്ന ഈ അസുഖം വരുന്ന ബോഡി ഏത് പാർട്ടിനാണ് ഇത് ബാധിക്കുന്നതെന്നാണ് ചോദ്യം. ലങ്സ് ആണോ, ഹേർട്ട് ആണോ, ലിവർ ആണോ, കിഡ്നി ആണോ? ആൻസർ ലിവർ. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് എക്സ്ക്രിയേറ്ററി ഓർഗൻ ഇൻ ദ ബോഡി? നമ്മുടെ ബോഡിയിലെ ഏറ്റവും വലിയ വിസർജ അവയവം ഏതാണ്? നമ്മുടെ സ്കിന്നാണ് ആൻസർ. ലിവറും അല്ല, കിഡ്നിയും അല്ല, ലങ്സും അല്ല, സ്കിന്നാണ് ആൻസർ. ഏറ്റവും വലുതേ. പിന്നെ ദ ലിക്വിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ് ഈസ് കാൾഡ്. ലിക്വിഡ് പാർട്ടായിട്ട് ഉള്ള ബ്ലഡിലെ പാർട്ടി ഏതാണ്? പ്ലേറ്റ്ലെറ്റ് ആണോ, RBC ആണോ, പ്ലാസ്മ ആണോ, ഹീമോഗ്ലോബിൻ ആണോ? ആൻസർ പ്ലാസ്മ. ഫിൽറ്റർ ഓഫ് വിച്ച് ഓർഗൻ നെസസറി ടേക്സ് ഡെയിലീസ്? ഏത് അവയവമാണ് എപ്പോഴും ഫിൽറ്റർ ചെയ്യുന്നത്? ഹേർട്ട് ആണോ, ലങ്സ് ആണോ, കിഡ്നി ആണോ, ലിവർ ആണോ? ലിവർ അല്ല, ഹേർട്ടും അല്ല, ലങ്സും അല്ല. ആൻസർ കിഡ്നി. നെക്സ്റ്റ്, ammonia which are formed by the breaking down of nitrogen go vegetarian urea by? Answer liver. Next, with which organ system give below do you associate വില്ലസുമായിട്ട് പ്രതിപാദിക്കുന്നത് ചെറിയൊരു തെറ്റുണ്ട് കേട്ടോ. സർക്കുലേറ്ററി സിസ്റ്റം അല്ല, ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്. പിന്നെ ഇപ്പം ആൻസർ ഡൈജസ്റ്റീവ് സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം അല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ആണ്. ഇതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ സ്വെറ്റിംഗ് മാൻ സ്വിൽ അണ്ടർ ദ വാക്കിംഗ് ഹി ഫെൽറ്റ് കൂൾനെസ് വൈ? അതായത് ഒരു മാൻ പെട്ടെന്ന് ജോലി ചെയ്യുന്ന ഒരാളെ പെട്ടെന്ന് കൂൾ ആവാനായിട്ട് സ്വെറ്റ് ഹെൽപ്പ് ചെയ്യുന്നു. അതെന്തുകൊണ്ട്? ആൻസർ ഹാർട്ട് ഈസ് ദ എവാപറേറ്റ് സ്വെറ്റ് ഫ്രം ദ ബോഡിയാണ് ആൻസർ. ഓക്കെ, അപ്പം ഗായ്സ് നമ്മൾ കറക്റ്റ് 10 ക്വസ്റ്റ്യൻസ് ഇത് നോക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ തന്നെ പാർട്ട് 2 ആയിട്ട്
10 ക്വസ്റ്റ്യൻസ് കാണും. അപ്പോൾ ബൈ ഗൈസ്. അപ്പോൾ നമുക്കിനി ഈ വീഡിയോയ്ക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് കമൻറ്റ് ചെയ്യുക. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അതും കൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ചേട്ടൻ ഇത് ചെയ്തിട്ട് പറഞ്ഞു തരാം. എന്നിട്ട് ഇപ്പോൾ അവിടെ ഒരു 3 പാർട്ടായിട്ടായിരിക്കും കേട്ടോ ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഗൈസ് ബൈ. അപ്പോൾ നമുക്ക് ആ നെക്സ്റ്റ് പാർട്ട് കാണാം. താങ്ക് യു ഗൈസ്.